ഹലോ അമ്മായി, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന കേൾക്കണം. അമ്മായി ഇപ്പൊ തന്നെ അരവിന്ദിനെ വിളിച്ച് മുറിയിന്ന് പുറത്തിറങ്ങാൻ പറയണം. ഇപ്പോഴും ഞാൻ പറയുന്നു, എന്റെ മോന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ കളി അവിടെ കൊണ്ടങ്ങ് തീരും. പിന്നെ ഈ ഹേമ എന്താ ചെയ്യുന്നതെന്ന് ബാബുക്കുട്ടൻ ഊഹിക്കാൻ പോലും പറ്റില്ല. പിന്നെ ചാരുമോഹ വട്ടക്കായൽ അങ്ങ് മുക്കിയെന്ന് കരുതിയാ മതി. ഇത്രയൊക്കെ കരുക്കൾ നീക്കി കളിക്കാൻ അറിയാമെങ്കിൽ എന്തിനെ എപ്പോ അടപ്പിട്ട് കൂട്ടണമെന്ന് ബാബുക്കുട്ടനെ അറിയാം. നീയൊന്നും എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഫോൺ ഓഫ് ചെയ്യാൻ അരവിന്ദിനോട് പറയണേ. ശരി. എന്ത് സംഭവിച്ചാലും അവൻ അപ്പപ്പോ വിളിച്ചു പറയാൻ പറ്റരുത്. അതിന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് തന്നെയാ നല്ലത്. അതെ, എടാ മോനെ, എടാ നിന്റെ അടുത്ത് ആരുണ്ട്? എടാ നീ എവിടെ നിക്ക? ഞാൻ വാഷ്റൂമിൽ തന്നെയാ. ആ മുറിക്കകത്ത് രമേശനുണ്ട്. അയ്യോ, എത്ര പോവാൻ പറഞ്ഞാലും പോകുന്നില്ല. പിന്നെ ഡോറിന് പുറത്ത് ആ പ്രിയനും കൈലാശുണ്ട്. ആകാശം എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. അവനെ അവരെ കാവലിട്ടിട്ട് പോയേക്കുവാ. ഞാൻ ഇറങ്ങാൻ പോവുക. ഇനിയിപ്പോ അളിയനാണ് ശരി, പുളിയനാണ് ശരി. ഞാൻ ആ വേസ്റ്റിനെ മുറിക്കകത്തിട്ട് പുടിയിടാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം.